നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ചെറുതായിട്ടൊക്കെ വാഴക്കൃഷിയൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. കാരണം ഈ വാഴയൊക്കെ കുലച്ച് കഴിഞ്ഞാൽ അതിന് കുത്തു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കുത്തൊന്നും കിട്ടിയെന്ന് വരില്ല. പിന്നെ കൂടുതലൊക്കെ വാഴക്കൃഷിയൊക്കെ ഉള്ളവർക്കാണ് ഇതുപോലെയൊക്കെ കുത്തുകളൊക്കെ അതിൻ്റെ തൂണൊക്കെ വെച്ച് കെട്ടാനും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കയറ് മതി. കയറ് നമുക്കതിൻ്റെ കൊലയുടെ ഭാഗത്തേക്ക് എത്തിക്കൽ ഇതേപോലെയാണ് അതിൻ്റെ കൊലേൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൽ. തൂങ്ങിക്കിടക്കുന്ന പട്ടകളൊക്കെ ഉണ്ടാവും. ആ പട്ടകളൊക്കെ ചുറ്റിയിട്ട് നമ്മൾ ഇതുപോലെ കയറ് കെട്ടി കൊടുക്കുക. പട്ട ഈ കയറിൻ്റെ ഇടയിൽപ്പെടാൻ പാടില്ല. ഇടയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ പട്ടൻ്റെ അതുവരെ കയറ് പോകുള്ളൂ. അപ്പോൾ തൂങ്ങിക്കിടക്കുന്ന പട്ടകളെയൊക്കെ നമ്മൾ ചുറ്റിയിട്ട് കയറ് ഊരാൻ കൊടുക്കിട്ടുക. എന്നിട്ട് നമ്മൾ അത് തള്ളി കയറ്റാൻ പറ്റിയൊരു ചെറിയൊരു കൊള്ളിയും സംഘടിപ്പിക്കുക. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെച്ചാൽ മതി. കൊള്ളി നമുക്ക് അപ്പോഴും ആവശ്യം വരില്ല. അപ്പോൾ ആ കൊള്ളി ഇട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തള്ളി കൊടുക്കുക. പട്ടൻ്റെ വാഴമ്പട്ടേൻ്റെ ഇതിമൊക്കെ തടഞ്ഞ് നിൽക്കുന്ന വരും. എന്നാലും നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഊരാൻ കൊടുത്ത് കുറച്ച് വലുതാക്കിയിട്ട് ഒരു ഭാഗം നമ്മൾ തള്ളി മേലേക്ക് കയറ്റി കൊടുത്തതിന് ശേഷം പിന്നെ മറ്റേ ഭാഗത്തേക്ക് പോയിട്ട് വീണ്ടും ഇതുപോലെ ഈ കയറ് തള്ളിക്കയറ്റി ആ കൊലയുടെ ഭാഗത്ത് കയറ് എത്തി എന്ന് കണ്ടാൽ പിന്നെ നമ്മൾ കയറെടുത്തിട്ട് ഇങ്ങനെ നല്ല ഊരാക്കുടുക്ക് പോലെ ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ വാഴക്കൊക്കെ ചെയ്യുന്നത്. അതിപ്പോൾ ഇപ്പോൾ ഇതിന് ഒരു കയറേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ മറ്റുള്ള വാഴക്കൊക്കെ നമ്മൾ 2-3 കയറ് ചെയ്യാറുണ്ട്. ഒന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഴപ്പം എങ്ങോട്ടാണ് വീഴാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ കൊല തൂങ്ങിക്കുന്ന ഭാഗത്ത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വലിച്ചു കെട്ടുക. പക്ഷെ വാഴക്ക് വേണമെങ്കിൽ ഏത് ഭാഗത്തും മറിയാം. അപ്പോൾ നമ്മൾ 3 ഭാഗത്തേക്കായിട്ട് കെട്ടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ 2 ഭാഗത്തേക്കെങ്കിലും വലിച്ചു കെട്ടണം. അപ്പോൾ നമ്മളിത് ചിലത് 2 ഭാഗത്തേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്, ചിലത് 3 ഭാഗത്തേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിവിടെ വാഴക്ക് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ വാഴത്തോട്ടത്തിലൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എല്ലാത്തിനും നമ്മളിതുപോലെയാണ് കെട്ടിയിട്ടുള്ളത്. പിന്നെ ഇരുമ്പിൻ്റെ തൂണൊക്കെ വേണം. ഇപ്പോൾ ഒരു 5-10 ഉണ്ടാക്കിയെടുത്താൽ പിന്നെ അത് വെച്ചാലും മതി. നമ്മളിപ്പോൾ തൽക്കാലം ഈ കയറ് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തന്നെ മാത്രം. അതുകൊണ്ട് എല്ലാ വാഴക്കും നമ്മൾ 2 കയറ് 3 കയറൊക്കെയാണ് കെട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കയറ് കൊടുത്തിട്ട് വേണം കുറേ വാഴകളും കൂടി കെട്ടാണ്ട്. അപ്പോൾ നമ്മളെ പറമ്പിലെ വാഴയൊക്കെ കുലച്ച് കണ്ടാൽ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ നല്ല രീതിയിലൊക്കെ നോക്കി വളർത്തി വാഴ കുലച്ചിങ്ങോട്ട് ചാടും. ചിലപ്പോൾ വാഴേൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഉണ്ണിത്തണ്ടൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു കാറ്റ് വന്നാൽ ഒടിയാൻ സാധ്യതയുണ്ട്. ഇനി ഉണ്ണിത്തണ്ടിന് ചെറുതായിട്ടൊരു കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ് കെട്ടി വലിച്ച് വെച്ചുകൊണ്ട് ചിലപ്പം അതങ്ങനെ കൊല മൂക്കുന്നവരെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. പലർക്കും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെ നമ്മളെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. നന്ദി, നമസ്കാരം.